എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഡാൾട്ടൻ്റെ ആറ്റം സിദ്ധാന്തം, അറ്റോമിക് തിയറി. അതിനുശേഷം നമ്മൾ പഠിച്ചത് ആറ്റത്തേക്കാൾ ചെറിയ കണങ്ങൾ ഉണ്ടോ എന്ന് ഉള്ളതാണ്, സ്മോളർ പാർട്ടിക്കിൾസ് ഉണ്ടോ എന്ന്. പിന്നെ അതിനുവേണ്ടി ഓരോ ശാസ്ത്രജ്ഞന്മാരും നടത്തുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനകത്ത് 2 പേരുടേത് നമ്മൾ പഠിച്ചു. നമ്മൾ നോക്കി ആരുടെയൊക്കെ, ഹംഫ്രി ഡേവിയുടേതും മൈക്കിൾ ഫാരഡേതും. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഹെൻറിച്ച് ഗെയ്സ്ലർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നോക്കി. ഹെൻറിച്ച് ഗെയ്സ്ലർ, ദ ജർമ്മൻ ഫിസിസ്റ്റ് ആൻഡ് ഗ്ലാസ് ബ്ലോവർ, ഇൻവെൻറ്റഡ് ഡിസ്ചാർജ് ട്യൂബ്. അദ്ദേഹം എന്ത് കണ്ടെത്തി? ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തി. വാക്യൂം ട്യൂബ്, അതിനകത്ത് വായു ഒന്നുമില്ലാത്ത ഒരു ട്യൂബ്. The invention of this revealed that electricity can pass through gas as well. അദ്ദേഹം ഇത് കണ്ടെത്തിയത് കൊണ്ട് എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്? അതായത് വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തി. ദി എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്റ്റഡ് ബൈ ഗെയ്സ്ലർ ആൻഡ് പ്ലക്കർ ആക്സിലറേറ്റഡ് ദ സ്റ്റഡീസ് അബൌട്ട് ദി നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഠനം, ഇദ്ദേഹം എന്താണ്, ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തി. അതിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തി. അതിലൂടെ, ആ പരീക്ഷണത്തിലൂടെ എന്താ കണ്ടെത്താൻ ശ്രമിച്ചത്? അവരുടെ കണ്ടെത്തലുകൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച്, വ്യത്യസ്ത പദാർത്ഥങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളായി. അതിനുവേണ്ടി കൂടുതൽ കണ്ടെത്താൻ കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് ശേഷം അടുത്തത് വന്നത് ജൂലിയസ് പ്ലക്കർ എന്താ പറഞ്ഞേ? ഇലക്ട്രിക് കറന്റ് പാസ് ത്രൂ ഗ്യാസസ് അറ്റ് എ വെരി ലോ പ്രഷർ. അതായത് വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകും. എപ്പം? അതായത് വെരി ലോ പ്രഷർ, താഴ്ന്ന മർദ്ദത്തിൽ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകും. ദിസ് ഈസ് നോൺ ആസ് ഇലക്ട്രിക് ഡിസ്ചാർജ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഇഫ് ദ പ്രഷർ ഇൻസൈഡ് ദ ട്യൂബ് ഡിക്രീസസ് ബിയോണ്ട് എ ലോവർ ലിമിറ്റ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇലക്ട്രിക് ഡിസ്ചാർജ്. അതായത് ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ്, ട്യൂബിനകത്തെ പ്രഷർ താഴുന്നു. എ ഗ്ലോ ഓഫ് ലൈറ്റ് വിൽ ബി സീൻ ഓൺ ദി സൈഡ് ഓഫ് ദി ഗ്ലാസ് ട്യൂബ്. അപ്പോൾ ആ ഗ്ലാസ് ട്യൂബിൻ്റെ സൈഡിൽ എന്ത് കാണുന്നു? ഒരു പ്രകാശത്തിൻ്റെ ഒരു പ്രകാശം, ഗ്ലോ കാണുന്നു, ഒരു പ്രകാശം കാണുന്നു. ഇഫ് എ മാഗ്നറ്റ് ഈസ് പ്ലേസ്ഡ് നിയർ ദ ഗ്ലോ, നമ്മൾ ആ പ്രകാശം കാണുന്ന ഭാഗത്ത് എന്താണ്, ഒരു കാന്തം കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ദ പൊസിഷൻ ഓഫ് ദി ഗ്ലോ വിൽ ബി ചേഞ്ച്ഡ്. ആ ഉണ്ടായ പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ തിളക്കം എന്ത് ചെയ്യുന്നു? അതിൻ്റെ പൊസിഷൻ, സ്ഥാനം മാറുന്നതായിട്ട് കാണാം. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കി? ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഇൻ ദി റേസ് എമർജ്ഡ് ഫ്രം ദ ഗ്യാസ് ഇൻ ഡിസ്ചാർജ് ട്യൂബ്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബിനകത്തെ വാതകങ്ങളിൽ എന്തോ ഉണ്ടാകുന്നു? അവിടെ ഒരു ഇലക്ട്രിക് ചാർജ്, അതായത് ഇലക്ട്രിക് ചാർജ് ഉണ്ടാകുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള കൂടുതൽ പരീക്ഷണങ്ങളാണ് ഓരോരുത്തരും കണ്ടെത്തുന്നത്. അപ്പോൾ താഴ്ന്ന മർദ്ദത്തിൽ വാതകങ്ങളിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹം, ജൂലിയസ് പ്ലക്കറും കണ്ടെത്തിയത്. അപ്പം ഇലക്ട്രിക് ഡിസ്ചാർജ് അവിടെ ഉണ്ടാകുന്നു എന്ന്. ഇനി അടുത്തത് വില്യം ക്രൂക്കർ. ഈ പറയുന്ന ശാസ്ത്രജ്ഞരുടെയൊക്കെ പരീക്ഷണങ്ങൾ ആറ്റത്തേക്കാൾ ചെറിയ കണികകളുണ്ടോ എന്നുള്ള കണ്ടെത്തലിന് വേണ്ടി അവർ നടത്തുന്ന പരീക്ഷണങ്ങളാണ്. ഇത് നിങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇനി അടുത്തടുത്ത് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആറ്റത്തിനകത്തുള്ള കണങ്ങൾ കണ്ടെത്തിയ സയൻറ്റിസ്റ്റുകളുണ്ട്. അവരെക്കുറിച്ച് വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടത്, അതെന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇനി അടുത്തത് എന്താന്ന് നോക്കിയാൽ വില്യം ക്രൂക്സ് എന്താ? കണ്ടക്റ്റഡ് സം എക്സ്പെരിമെൻറ്റ് യൂസിങ് എ മോഡിഫൈഡ് ഫോം ഓഫ് ദി ഗെയ്സ്ലേഴ്സ് ഡിസ്ചാർജ് ട്യൂബ് വിച്ച് ഹെൽപ്ഡ് ഇൻ ദി ക്ലാരിഫിക്കേഷൻ ഓഫ് ദ നേച്ചർ ഓഫ് ഗ്യാസ്. ഇദ്ദേഹം എന്താ ചെയ്തത്? നമ്മൾ ആദ്യം പഠിച്ച ഗെയ്സ്ലറിൻ്റെ ഡിസ്ചാർജ് ട്യൂബിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത്, കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എന്താണ്, നേച്ചർ ഓഫ് ഗ്യാസ്, വാതകങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് കുറച്ച് പഠിക്കുന്നതിന് വേണ്ടി കുറച്ചും കൂടി വ്യക്തത വന്നു അതിനെക്കുറിച്ച്. ദ ചേഞ്ചസ് ഒബ്സർവ്ഡ് ഇൻ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻറ്റ് വെൻ പ്രഷർ ഈസ് ഡിക്രീസ് ഇൻസൈഡ് ദ ട്യൂബ് ആൻഡ് ദ സ്റ്റഡി ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി കാഥോഡ് റേ ലെഡ് ടു ദിസ് ഫാക്ട്. അപ്പോൾ അദ്ദേഹം എന്താണ്, കാഥോഡ് റേ ട്യൂബിലൂടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. അപ്പോൾ പ്രഷർ
കുറയുന്നത് ഇൻസൈഡ് ദി ട്യൂബ്, അതിനകത്തെ മർദ്ദം കുറയുന്നതിനെ പറ്റിയും പിന്നെ എന്താണ് ഈ കാഥോഡ് റേ ട്യൂബിലൂടെ ഉള്ള പരീക്ഷണങ്ങളാണ് അദ്ദേഹം ചെയ്തത്. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ഫർദർ സ്റ്റഡീസ് ലെഡ് ടു ദി ഡിസ്കവറി ഓഫ് ഫാക്ട് സച്ച് ആസ് ആറ്റം ക്യാൻ ബി ഡിവൈഡഡ് ആൻഡ് ആറ്റംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി മൈന്യൂട്ട് സബാറ്റോമിക് പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ ആറ്റം. അദ്ദേഹത്തിന് പിന്നീടുള്ള കുറേ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം എന്താ കണ്ടെത്തിയത്? ആറ്റത്തിനെ നമുക്ക് വിഭജിക്കാമെന്നും ആറ്റത്തിനകത്ത് ആറ്റത്തേക്കാൾ ചെറിയ അതിസൂക്ഷ്മ കണികകൾ ഉണ്ടെന്നും അദ്ദേഹം കണ്ടെത്തി. അപ്പം ഈ കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടി വിയിലുള്ള പിക്ചർ ട്യൂബ്, എക്സ്റേ, ഇതൊക്കെ എന്താണ്? കാഥോഡ് റേ ട്യൂബാണ്. അപ്പം ആറ്റത്തെ പിന്നീടുള്ള പഠനങ്ങളിലൂടെ എന്താ അദ്ദേഹം കണ്ടെത്തിയെന്ന് വെച്ചാൽ ആറ്റത്തെ വീണ്ടും വിഭജിക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തിന് ശേഷം വരുന്നത് യൂജൻ ഗോൾഡ്സ്റ്റീൻ. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹി വാസ് ദ സയൻറ്റിസ്റ്റ് ഹു റിക്കഗ്നൈസ്ഡ് ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ഗ്യാസസ് ബൈ കണ്ടക്ടിങ് ദി ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളായിരുന്നു എന്താണ്? പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ഗ്യാസസ് ബൈ കണ്ടക്ടിങ് ദ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ അദ്ദേഹം എന്താ പറഞ്ഞത്? പിന്നെ വാതകങ്ങളിലൂടെ പരീക്ഷണം നടത്തിയപ്പോൾ അവിടെ എന്താണ്? പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. ഇൻ 1886 ഹി പ്രൊഡ്യൂസ്ഡ് ആനോഡ് റേ യൂസിങ് ഡിസ്ചാർജ് ട്യൂബ് ആൻഡ് ഫൗണ്ട് ദി പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ബൈ സ്റ്റഡിയിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ആനോഡ് റേ. അദ്ദേഹം എന്ത് കണ്ടെത്തി? ആനോഡ് റേ കണ്ടെത്തി. അതിലൂടെ അദ്ദേഹം എന്ത് പറഞ്ഞത്? പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തി. പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നതായിട്ട് കണ്ടെത്തി. ഇദ്ദേഹത്തിൻ്റെ ഈ പരീക്ഷണം എന്താണ്? ഡാൾട്ടൻ്റെ സിദ്ധാന്തത്തെ എതിർക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിലൂടെ എന്താ അദ്ദേഹം പറഞ്ഞത്? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡാൾട്ടൻ്റെ സിദ്ധാന്തത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞു. ഡാൾട്ടൻ പറഞ്ഞ എന്താണ്? പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്ന അതിസൂക്ഷ്മ കണികകളായ ആറ്റമാണ്. ആറ്റത്തെ നമുക്ക് വിഭജിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ആറ്റത്തേക്കാൾ ചെറിയ കണികകളില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പം ഡാൾട്ടൻ സിദ്ധാന്തത്തിന് എതിർക്കുന്ന രീതിയിലായിരുന്നു യൂജൻ ഗോൾഡ്സ്റ്റീൻ്റെ കണ്ടെത്തലുകൾ. അതിലൂടെ അദ്ദേഹം അവിടെ പോസിറ്റീവ് ചാർജുള്ള അതിസൂക്ഷ്മമായ കണികകളുണ്ടെന്ന് കണ്ടെത്തി. അദ്ദേഹത്തിന് ശേഷം വന്നത് വില്യം റോൺജൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും GK-ക്കൊക്കെ. എക്സ്റേ കണ്ടുപിടിച്ച ആള്. എക്സ്റേ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? വില്യം റോൺജൻ. ദി എക്സ്പെരിമെന്റ് കണ്ടക്റ്റഡ് ബൈ വില്യം റോൺജൻ യൂസിങ് ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ് ലെഡ് ടു ദി ഡിസ്കവറി ഓഫ് എക്സ്റേ. അപ്പം വില്യം റോൺജന് ക്രൂക്സിൻ്റെ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയാണ് എന്ത് കണ്ടെത്തിയത്? എക്സ്റേ കണ്ടെത്തിയത്. അദ്ദേഹം എന്നാ എക്സ്റേ കണ്ടെത്തിയത്? 8 നവംബർ 1895. He placed an aluminum plate on the path of cathode ray and reflected the rays. കാഥോഡ് റേ പോകുന്ന പാതയിൽ ഒരു അലൂമിനിയം പ്ലേറ്റ് വെച്ചു. അന്നേരം ഈ രശ്മികൾ അലൂമിനിയം പ്ലേറ്റിൽ വന്ന് തട്ടിയിട്ട് അതെന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നു, പ്രതിഫലിക്കുന്നു. എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റേസ് എമർജ്ഡ് വിച്ച് വെയർ ദെൻ കോൾഡ് എക്സ്റേ. അപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു പ്രത്യേകതരം രശ്മികളെയാണ് അദ്ദേഹം എക്സ്റേ എന്ന് വിളിച്ചത്. ലേറ്റർ ഇറ്റ് കണ്ടിന്യൂഡ് ടു ബി നോൺ ആസ് എക്സ്റേ ഇറ്റ് സെൽഫ്. പിന്നീട് അതെന്താണ്? അതിനെ എക്സ്റേ എന്ന് തന്നെ അറിയപ്പെടുകയും ചെയ്തു. ഇറ്റ് വാസ് ആൻ ആക്സിഡൻ്റൽ ഡിസ്കവറി ദാറ്റ് ഹാപ്പൻഡ് വൈൽ ഡൂയിങ് സ്റ്റഡീസ് ഓൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സബ്സ്റ്റൻസ്. ഇതെന്താണ്? പദാർത്ഥങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനിടയിൽ പഠിക്കുന്നതിനിടയിൽ ഉണ്ടായ ഒരു കണ്ടുപിടുത്തമാണ് എക്സ്റേ എന്ന് പറഞ്ഞാൽ. എക്സ്റേ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഇങ്ങനെ വേറെ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ ആക്സിഡൻ്റായിട്ട് കണ്ടെത്തിയതാണ് എക്സ്റേ. എക്സ്റേ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ മെഡിക്കൽ സയൻസ്, ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ ഫീൽഡ് എക്സെട്ര. എക്സ്റേ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? മെഡിക്കൽ ഫീൽഡ്, ആശുപത്രികളിൽ, പിന്നെ ഇൻഡസ്ട്രി, വ്യവസായങ്ങളിൽ, കൺസ്ട്രക്ഷൻ ഫീൽഡ്, ഇവിടെയൊക്കെയാണ് എക്സ്റേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും ഓർത്തിരിക്കുക. ഈ പഠിച്ചതിൽ വില്യം റോൺജൻ ഓർത്തിരിക്കണം. അത് നിങ്ങൾക്ക് GK ആയിട്ടും അല്ലാതെ
ഒക്കെ ചോദ്യങ്ങൾ വരുന്നത്. എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? വില്യം റോൺജൻ. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ജെ തോംസൺ. ജെ തോംസണിനെ ഓർത്തിരിക്കണം. ജെ തോംസൺ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജെ തോംസൺ എന്താ കണ്ടെത്തിയെന്ന് നോക്കിയേ. ജെ തോംസൺസ് എക്സ്പെരിമെൻറ്റ് ഹെൽപ്ഡ് ഇൻ ചേഞ്ചിങ് ദി ഐഡിയ അബൌട്ട് ആൻ ആറ്റം ദാറ്റ് എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം ആൻഡ് ഇൻ ഫ്രെയിമിംഗ് ന്യൂ കൺസെപ്റ്റ്സ്. അപ്പോൾ ജെ തോംസന്റെ പരീക്ഷണങ്ങളാണ് ആറ്റത്തെക്കുറിച്ചുള്ള നമ്മളുടെ അതുവരെ പഠിച്ചിരുന്നതിന് ആറ്റത്തെക്കുറിച്ചുള്ള ആ കൺസെപ്റ്റിനൊക്കെ ഒരു ചെറിയ മാറ്റം വരുത്തിയത്. ഹി പ്രൂവ്ഡ് ദാറ്റ് ദ റേസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദി കാഥോഡ് ആർ മെയ്ഡ് അപ്പ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അദ്ദേഹം എന്താ തെളിയിച്ചത്? അതായത് കാഥോഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രശ്മികൾ എന്താണ്? നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രശ്മികളിൽ ഉള്ള പാർട്ടിക്കിൾസിന് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. ഹി ഓൾസോ മെയ്ഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദീസ് പാർട്ടിക്കിൾസ് പൊസസ് മാസ് ആൻഡ് എനർജി. പിന്നെ എന്താ പറഞ്ഞേ? ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ഈ കണികകൾക്ക് ഭാരവും ഊർജവും ഉണ്ട്. നെഗറ്റീവ് ചാർജ് ഉള്ള ഈ കണികകൾക്ക് ഭാരവും ഊർജവും, മാസും എനർജിയും ഉണ്ട്. When an electric discharge was passed, all the gases gave the same negative particles irrespective of the nature of gas. അപ്പം നമ്മൾ എന്താണ്? വാതകങ്ങളിലൂടെ ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഏത് ഗ്യാസ് എടുത്താലും അതിൽ നിന്ന് ഇതേ സെയിം നെഗറ്റീവ് ചാർജുള്ള കണികകൾ പുറത്തേക്ക് വരുന്നു. Hence, he substantiated that these particles are common to all substances. അതുകൊണ്ട് അദ്ദേഹം എന്ത് കണ്ടെത്തി? ഈ നെഗറ്റീവ് ചാർജുള്ള ഈ പാർട്ടിക്കിൾസ് എല്ലാ പദാർത്ഥങ്ങളിലും ഉണ്ട് എന്ന് കണ്ടെത്തി. He proved that they are much smaller particle than the atom and are part of atom. അദ്ദേഹം എന്താ തെളിയിച്ചത്? ഈ നെഗറ്റീവ് ചാർജുള്ള ഈ പാർട്ടിക്കിൾസ് ആറ്റത്തേക്കാൾ ചെറുതാണ്, അതുപോലെ തന്നെ അത് ആറ്റത്തിൻ്റെ ഒരു ഭാഗമാണെന്നും കണ്ടെത്തി. ആറ്റത്തേക്കാൾ ചെറുതാണെന്നും ആറ്റത്തിൻ്റെ ഒരു ഭാഗമാണെന്നും. ഇൻ 1897 ദ സയൻറ്റിഫിക് വേൾഡ് അപ്രൂവ്ഡ് ദ ഡിസ്കവറീസ് ഓഫ് ജെ തോംസൺ. അങ്ങനെ 1897 ശാസ്ത്രം ഈ ജെ തോംസന്റെ കണ്ടെത്തലുകൾ ശരിയാണെന്ന് കണ്ടെത്തി. The cities proved that an atom can be divided. അങ്ങനെ എന്ത് കണ്ടെത്തി? ആറ്റത്തെ വിഭജിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തി. The negatively charged particles in the atom is the electron. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞ? ആ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ് ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ജെ തോംസൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആര് എന്ന് ചോദിക്കും. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. അദ്ദേഹമാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. അതുകൊണ്ട് അത് ഓർത്തു വെച്ചേക്കണം. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. അടുത്തത് ഏണസ്റ്റ് റൂദർഫോർഡ്. നോക്കി. ദ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ എമർജൈസ്ഡ് ദ സെർച്ച് ഫോർ അതർ പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം. അപ്പോൾ ഒരാൾ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം ഇനി അടുത്ത ആൾക്കാർ ആറ്റത്തിൽ ഇലക്ട്രോണിനെ കൂടാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു. അപ്പം ഇലക്ട്രോൺ ഉണ്ടെന്ന് ജെ തോംസൺ കണ്ടുപിടിച്ചു. അപ്പോൾ ആറ്റത്തെ വീണ്ടും വിഭജിക്കാമെന്നും ആറ്റത്തിനകത്ത് ഇലക്ട്രോൺ ഉണ്ടെന്നും ജെ തോംസൺ കണ്ടെത്തിയതിന് ശേഷം പിന്നീട് എന്താണ്? ഇലക്ട്രോൺ അല്ലാതെ മറ്റെന്തെങ്കിലും കണികകൾ കൂടി ആറ്റത്തിലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അടുത്ത പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്ത പരീക്ഷണം നടത്തിയപ്പോൾ ഏണസ്റ്റ് റൂദർഫോർഡ് എന്താ കണ്ടെത്തിയത്? ഏണസ്റ്റ് റൂദർഫോർഡിൻ്റെ പരീക്ഷണവും കണ്ടെത്തലും എന്താണെന്ന് നമുക്ക് നോക്കാം. ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ സബ്സ്റ്റൻസ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ഏർലിയർ. അപ്പം നേരത്തെ ആദ്യമേ പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചായിരുന്നല്ലോ. ആദ്യത്തെ പരീക്ഷണങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും റൂദർഫോർഡാണ് അത് ആ പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് തെളിയിച്ചത്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഹി കണ്ടക്റ്റഡ് എക്സ്പെരിമെന്റ് ബൈ പാസിംഗ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ് ത്രൂ എ വെരി തിൻ ഗോൾഡ് ഫോയിൽ. അദ്ദേഹം എങ്ങനെയാണ് പരീക്ഷണം നടത്തിയത്? അതായത് പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ വളരെ തിന്നായിട്ടുള്ള വളരെ നേർത്ത ഒരു ഗോൾഡ് ഫോയിൽ,
സ്വർണത്തിൻ്റെ ഒരു പാളിയിലൂടെ, വളരെ നേർത്ത ഒരു സ്വർണ്ണ പാളിയിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തിവിട്ടു. ദ ആൽഫ റേസ് ദാറ്റ് come out through the gold foil were allowed to fall on a circular photographic film. ഈ ഗോൾഡ് ഫോയിലൂടെ കടന്നു വന്ന, ഈ സ്വർണ്ണപ്പാളിയിലൂടെ കടന്നു വന്ന ആൽഫ പാർട്ടിക്കിൾസിനെ എവിടെയാണ് അത് ചെന്ന് പതിച്ചത്? എവിടെയാണ്? അദ്ദേഹം ഒരു വട്ടത്തിലുള്ള ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ചു അതിലോട്ടാണ് ഈ രശ്മികൾ വന്ന് പതിക്കുന്നത്. ഹി മെയ്ഡ് സം ഇൻഫറൻസ് ബൈ അനലൈസിങ് ദി ഒബ്സർവേഷൻ. അപ്പോൾ ഈ രശ്മികൾ വന്ന് പതിക്കുന്നത് നോക്കിയിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ കണ്ടെത്തി. ഹി സബ്സ്റ്റാൻഷിയേറ്റഡ് ദാറ്റ് ദ മേജർ പോർഷൻ ഓഫ് ആൻ ആറ്റം ഈസ് എംറ്റി. അദ്ദേഹം എന്തൊക്കെയാണ് കണ്ടെത്തിയത്? ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേജർ പോർഷൻ, കൂടുതൽ ഭാഗവും എംറ്റി ആണ്, ഒഴിഞ്ഞു കിടക്കുകയാണ്. ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും എന്താണ്? ശൂന്യമാണ്, എംറ്റി ആണ്. ആൻഡ് ദെയർ ഈസ് എ സ്മോൾ പാർട്ട് ഇൻസൈഡ് ദി ആറ്റം വെയർ ഓൾ ദ പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ്. ആറ്റത്തിനകത്ത് വളരെ ചെറിയൊരു ഭാഗമുണ്ട്. ആ ഭാഗത്താണ് ഈ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത്, ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും എംറ്റി, ഒഴിഞ്ഞു കിടക്കുകയാണ്. ആറ്റത്തിനകത്ത് വളരെ ചെറിയൊരു ഭാഗമുണ്ട്. ആ ഭാഗത്താണ് പോസിറ്റീവ് ചാർജ് എല്ലാം കൂടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ദിസ് സെൻട്രൽ റീജിയൻ ഓഫ് ആൻ ആറ്റം ഈസ് കോൾഡ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് എല്ലാം കൂടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ്, കേന്ദ്രത്തിലാണ്. ആ സെൻറ്റർ റീജിയനെ അല്ലെ ആ കേന്ദ്രത്തെ നമ്മൾ ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. ആ സെൻറ്ററിനെ എന്ത് പേരറിയപ്പെടുന്നു? ന്യൂക്ലിയസ് എന്ന് അറിയപ്പെടുന്നു. ഇൻ 1911 ദ സയൻറ്റിഫിക് വേൾഡ് റിക്കഗ്നൈസ്ഡ് ദ പ്രസൻസ് ഓഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സെൻറ്റർ ഇൻ ആൻ ആറ്റം. അങ്ങനെ 1911 ദ സയൻറ്റിഫിക് വേൾഡ്, ശാസ്ത്രലോകം കണ്ടെത്തി, എന്താണ്? ആറ്റത്തിൻ്റെ കേന്ദ്രത്തിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് കണ്ടെത്തി. On the basis of his further experiment, in 1920 it was proved that particles that were responsible for the positive charge are proton. അങ്ങനെ 1920 അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം എന്ത് തെളിയിച്ചു? എന്ത് പറഞ്ഞു? ആറ്റത്തിൻ്റെ കേന്ദ്രത്തിലുള്ള ആ പോസിറ്റീവ് ചാർജിനെ എന്ത് വിളിച്ചു? പോസിറ്റീവ് ചാർജിന് കാരണം ആരാണ്? പ്രോട്ടോൺസ് ആണ് എന്ന് കണ്ടെത്തി. പ്രോട്ടോൺസ്. ഇറ്റ്സ് ചാർജ് വാസ് ഫൗണ്ട് ടു ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ ആറ്റത്തിനകത്തുള്ള നെഗറ്റീവ് ചാർജിനെ നമ്മൾ ഇലക്ട്രോൺ എന്ന് വിളിച്ചു. അത് കണ്ടെത്തിയത് ജെ തോംസൺ. അപ്പോൾ അതേപോലെ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിനെ പ്രോട്ടോൺ എന്ന് വിളിച്ചു. ഈ പ്രോട്ടോൺ എങ്ങനെയാണ്? പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണോ അത്രയും തന്നെയാണ് പ്രോട്ടോണിൻ്റെ ചാർജും. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് ആണെങ്കിൽ പ്രോട്ടോൺ പോസിറ്റീവ് ആണ്, അതേ ഉള്ളൂ വ്യത്യാസം. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ദാറ്റ് ദ മാസ് ഓഫ് എ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു ദി മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. എന്താ കണ്ടെത്തിയത്? ഒരു ഹൈഡ്രജൻ്റെ എന്താണ്? ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ദാറ്റ് മാസ് ഓഫ് എ പ്രോട്ടോൺ, ഒരു പ്രോട്ടോണിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഭാരത്തിന് തുല്യമാണ്. പ്രോട്ടോണിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഭാരത്തിന് തുല്യമാണ്. അപ്പം അതായത് പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, അതായത് സെയിമും അതുപോലെ തന്നെ ഓപ്പോസിറ്റുമാണ്. ഏതിന്? ഇലക്ട്രോണിന്. കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവും പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവുമാണ്. അതാണ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? ഹൈഡ്രജൻ ചാർജ് അല്ല, പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഭാരത്തിന് തുല്യമാണ്. എലോങ് വിത്ത് ദാറ്റ് ഹി ഓൾസോ പ്രെഡിക്റ്റഡ് ദ പ്രസൻസ് ഓഫ് എ ചാർജ്ലെസ് പാർട്ടിക്കിൾ ഇൻ ദ ന്യൂക്ലിയസ്. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്തും കൂടി പറഞ്ഞു? ന്യൂക്ലിയസിൽ പ്രോട്ടോണിനെ കൂടാതെ ചാർജ് ഇല്ലാത്ത ഒരു കണിക കൂടി ഉണ്ട് എന്ന് കണ്ടെത്തി. ന്യൂക്ലിയസിൽ പ്രോട്ടോണിനെ കൂടാതെ ചാർജ്ലെസ് ആയിട്ടുള്ള, ചാർജ് ഇല്ലാത്ത കണികയുണ്ടെന്നുകൂടി പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ഏണസ്റ്റ് റൂദർഫോർഡ് പരീക്ഷണങ്ങളിലൂടെ എന്ത് കണ്ടെത്തി? ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജുള്ള കണികകളുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ടെന്നും ആ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ എന്ത് വിളിക്കുന്നു? പ്രോട്ടോൺ എന്ന് വിളിക്കുമെന്നും പറഞ്ഞു.
ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ആണെന്നും പറഞ്ഞു. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഭാരം എത്രയാണോ അത്രയുമാണ് ഒരു പ്രോട്ടോണിൻ്റെ ഭാരമെന്നും പറഞ്ഞു. പിന്നെ എന്താ കൂടെ പറഞ്ഞു? പ്രോട്ടോണിനെ കൂടാതെ, പോസിറ്റീവ് ചാർജിനെ കൂടാതെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത കണികകൾ, ചാർജ് ഒന്നും ഇല്ലാത്ത കണികകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ കേന്ദ്രം, സെൻറ്റർ ആണെന്ന് പറഞ്ഞു. ആ ന്യൂക്ലിയസിനകത്താണ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉള്ളതെന്നും പറഞ്ഞു. പ്രോട്ടോണിനെ കൂടാതെ ചാർജ് ഒന്നുമില്ലാത്ത കണികകളും അതിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിക്കണം, വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഈ പഠിച്ചതിനകത്ത് പ്രധാനപ്പെട്ടത് എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോൺജന്, പിന്നെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസണ്, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. പ്രോട്ടോണിനോടൊപ്പം ന്യൂക്ലിയസ് ചോദിച്ചാലും ആരാണ്? റൂദർഫോർഡ്. അപ്പോൾ അത്രയും കാര്യമാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ബാക്കി അത്രയും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.